മേനു പറഞ്ഞ് കേസ് കൊടുത്താൽ ഇതിന്റെ പുറകെ നമ്മൾ നടക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. റിഫ മെഹനാസിനെ അറിയാത്തവരായി സോഷ്യൽ മീഡിയയിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല. ഒരു കാലഘട്ടത്തിൽ സുവർണ ജോഡികളായിട്ട് മലയാളികളുടെ ഇഷ്ടപ്പെട്ട റീൽസ് താരങ്ങളായിരുന്നു നമ്മുടെ റിഫയും അതുപോലെ തന്നെ മെഹനാസും. അവർ ചെയ്യുന്ന വീഡിയോകൾ എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു കാലത്ത് വൈറലായിരുന്നു. അതുപോലെ തന്നെ റിഫയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഈ മെഹനാസ് എന്ന് പറയുന്ന കഥാപാത്രത്തെ എല്ലാവരും വെറുക്കാനും അതുപോലെ തന്നെ അവരുടെ ചാനലുകളും വീഡിയോകളും എല്ലാം തന്നെ എല്ലാവരും കാണാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ റിഫയുടെ ദുരൂഹ മരണം തന്നെയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട കേസും എല്ലാം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിയമത്തിന്റെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതല്ല നമ്മുടെ പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ വിഷയം. അതിനുശേഷം മെഹനാസ് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. സഫ എന്ന് പറയുന്ന ഒരു കുട്ടിയെ മെഹനാസ് ഇപ്പോൾ വിവാഹം കഴിച്ച് അവർ ഒന്നിച്ച് ജീവിച്ച് വരികയാണ്. പക്ഷേ അവരുടെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷമായ വിമർശനങ്ങൾക്ക് അവർ കഥാപാത്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും റിഫയുള്ള സ്നേഹം കൊണ്ടാണ് മലയാളികൾ ഇപ്പോഴും നമ്മുടെ സഫയുടെ വീഡിയോക്ക് താഴെ പോയി വൃത്തികെട്ട രീതിയിലുള്ള ഒരുപാട് കമൻറ്റുകൾ അവരെയും അവരുടെ കുടുംബത്തെയും ഇപ്പോൾ ഉണ്ടായ പിഞ്ച് കുഞ്ഞായ ഇവാൻ എന്ന് പറയുന്ന മകനെയും മലയാളികൾ വെറുതെ വിടുന്നില്ല എന്നുള്ളതാണ് സത്യം. അതൊക്കെ റിഫയുള്ള സ്നേഹം കൊണ്ടാണ്. പക്ഷേ അത് അതിര് കവിഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും അതൊരു കുടുംബത്തെയും അതുപോലെ തന്നെ റിഫ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെയും വളരെ മോശകരമായ രീതിയിലാണ് ബാധിക്കുക എന്നുള്ളതാണ് സത്യം. നമ്മൾ റിഫയുള്ള സ്നേഹം കൊണ്ട് സഫയെ ചീത്ത പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. കാരണം റിഫ എന്ന് പറയുന്ന കുട്ടി മരണപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണക്കാരൻ ഇപ്പോഴും നമ്മുടെ മെഹനാസ് ആണോ എന്നുള്ളത് ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനൊരു തീരുമാനം വരുന്നത് വരെ അദ്ദേഹം ഒരു പ്രതിയായി അങ്ങനെ നിൽക്കുകയും ചെയ്യും. പക്ഷേ അദ്ദേഹത്തിനോടുള്ള വെറുപ്പ് കൊണ്ട് നമ്മൾ ഒരിക്കലും റിഫയെയും അവരിപ്പോൾ ഉണ്ടായ കുട്ടിയെയും ചീത്ത പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പക്ഷം. കാരണം ആ പിഞ്ച് പൈതൽ ഇപ്പോൾ ഒരു കുറ്റവും ചെയ്യാത്ത ഒരു മകനാണ്. അവൻ ഭൂമിയിലേക്ക് വന്നതേ ഉള്ളൂ. പക്ഷേ അവരുടെ വീഡിയോക്ക് താഴെ പോയി കമൻറ്റ് ചെയ്യുന്ന ചില ആൾക്കാർ പറയുന്നത് ഈ കുട്ടി അത് അനുഭവിക്കും, അങ്ങനെയാക്കും, ഇങ്ങനെയാക്കും എന്നൊക്കെ പറഞ്ഞ് വളരെ മോശകരമായ രീതിയിലുള്ള കമൻറ്റുകൾ എഴുതി പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെയും അവരുടെ കുടുംബത്തെയും എല്ലാം അപമതിപ്പുണ്ടാക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ചെയ്യുന്നത്. അത് വളരെ തെറ്റായ ഒരു കാര്യം തന്നെയാണ്. അതിനെതിരെ രൂക്ഷപരമായ വിമർശനവുമായിട്ട് സഫ ഇപ്പോൾ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കാണാം. പൈതലിന്റെ കൂടെയുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾ അമ്മാതിരിയാണ് കമന്റ് ഇടുന്നത്. നല്ല സങ്കടമുണ്ടെന്ന് പറഞ്ഞാൽ നല്ല സങ്കടമുണ്ട്. ഇനി അവളാണോ ഇങ്ങനത്തെ കമന്റ് ഞാൻ കണ്ടാലും അവളായി ഞാൻ സൈബർ ക്രൈമിൽ കേസ് കൊടുക്കും. കാരണം കുറേ പേര് എൻ്റെ അടുത്ത് കമന്റ് കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് സൈബറിൽ കേസ് കൊടുക്ക്, അപ്പം എല്ലാവരും നിർത്തിക്കോളും. ഇനി അവളാണ് ഞാൻ കേസ് കൊടുക്കും. ഇതിനെതിരെ എത്ര ഇതിന്റെ പുറകെ നടക്കേണ്ട വന്നാലും മേനു പറഞ്ഞ് കേസ് കൊടുത്താൽ ഇതിന്റെ പുറകെ നമ്മൾ നടക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. എൻ്റെ കൊച്ചിന് വേണ്ടിയിട്ട് എൻ്റെ കൊച്ചിന് ഇതിൽ കമന്റ് ഇട്ടാലും ഞാൻ എന്തായാലും ഇതിന്റെ പുറകെ പോകും. അപ്പോൾ റിഫ പറഞ്ഞ നിങ്ങൾ കേട്ട് കാണും. റിഫ പറയുകയാണ്, ഇനി എൻ്റെ മകനെക്കുറിച്ച് വേണ്ടാത്ത രീതിയിലുള്ള കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ എഴുതി അയക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സൈബർ ക്രൈമിൽ കേസുമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യുമെന്ന് കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് ആ സ്ത്രീ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ കാണിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു രീതിയിലും നിങ്ങൾ അവരെ വെറുതെ വിടാത്തത് കൊണ്ട് തന്നെയാണ്. കാരണം റിഫയുടെ സ്നേഹം ഒരിക്കലും സഫയോടുള്ള വെറുപ്പായി മാറാൻ വേണ്ടി പാടില്ല. കാരണം ആ കുട്ടിക്ക് ഈ കൊലപാതകത്തിലോ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളിലോ യാതൊരു പങ്കുമില്ല എന്നിരിക്കെ അവരുമായി ബന്ധപ്പെട്ട പുതിയ ജീവിതത്തിൽ മെഹനാസിനുണ്ടായ കുട്ടി യാതൊരു വിധത്തിലും ഇത്തരം നിങ്ങളുടെ ആക്ഷേപങ്ങളോ ഈ പരിഹാസങ്ങളോ ഒന്നും അർഹിക്കുന്ന ഒരു കഥാപാത്രമേ അല്ല. കാരണം ആ കുട്ടി പുതുതായി ഭൂമിയിലേക്ക് വന്ന ചെറിയ പൈതലാണ്. അദ്ദേഹത്തെ നമ്മൾ വെറുക്കുന്നതും അദ്ദേഹത്തിന് ചെയ്ത തെറ്റുകൊണ്ടും കാരണങ്ങൾ കൊണ്ടും ആണ് എന്നിരിക്കാം. പക്ഷേ ഇപ്പോൾ വന്ന ഈ സഫ എന്ന് പറയുന്ന കുട്ടിയോ അവർക്കുണ്ടായ ഇവാൻ എന്ന് പറയുന്ന ചെറിയ പൈതലോ യാതൊരു കാരണവശാലും യാതൊരു തെറ്റും ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോയിട്ട് അവരുടെ വീടിൻ്റെ താഴെ ഒരുപാട് വൃത്തികെട്ട കമൻറ്റുകൾ യാതൊരു കാരണവശാലും അത് പൊറുക്കാൻ വേണ്ടി സാധിക്കുന്നതല്ല. ഒരു ഉമ്മ എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും അവർക്ക് അതിൽ വിഷമവും സങ്കടവും എല്ലാം കാണും. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. പിന്നെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട രീതിയിൽ നമ്മൾ മെഹനാസിനെ ന്യായീകരിക്കുന്നില്ല. അവൻ ചെയ്തത് പറ്റ ചെറ്റത്തരം തന്നെയാണ്. അതിനുള്ള ശിക്ഷ ഇനി തൂക്കിക്കൊല്ലുകയാണെങ്കിൽ അത് തന്നെ മെഹനാസിന് കിട്ടണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് അങ്ങനെ തന്നെ ഒരു ഭാഗത്ത് നിലനിൽക്കുന്നിടത്ത് തന്നെ നമ്മൾ സഫ എന്ന് പറയുന്ന ഈ കുട്ടിയും അവർക്ക് ഇപ്പോൾ ഉണ്ടായ ഇവാൻ എന്ന് പറയുന്ന ഈ ചെറിയ മോനെയും യാതൊരു കാരണവശാലും നമ്മൾ ഇതിൽ കൂട്ടിക്കുഴക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അവർക്ക് സ്വന്തമായി ജീവിക്കാനും അവർക്കൊരു പേഴ്സണൽ ലൈഫുണ്ട്. അതിനെ നമ്മൾ ബഹുമാനിക്കുക തന്നെ വേണം. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളും അതുപോലെ ചെറിയ ചെറിയ വീഡിയോകളും അത് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ നമ്മൾ അതിൽ
തീർച്ചയായിട്ടും ഒരു വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ മാർഗത്തിലൂടെ പോകുന്നത് ശരിയല്ല എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ഇനിയെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.